हरि ओं सर्वं श्रीकृष्णार्पणमस्तु। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः। हरिश्रीगणपतये नमः। अविघ्नमस्तु। श्रीमहादेवाय नमः। ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്ലോകം 73. അമൂർത്തേ വക്ഷോജൗ അമൃതരസമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദോ നഗപതിപതാകേ മനസിനഃ പിബന്തൗ തൗ യസ്മാദ് അവിദിതവധൂസംകരസികൗ കുമാരവദ്യാപി ദ്വിരദവദനക്രൗഞ്ചദലനൗ. അല്ലയോ ജഗജ്ജനനി, അല്ലയോ പർവ്വതരാജപുത്രി വൈജയന്തി, നിൻതിരുവടിയുടെ വക്ഷോജങ്ങൾ അമൃതരസം നിറയ്ക്കപ്പെട്ട മാണിക്യത്തോൽക്കുടങ്ങളാകുന്നു എന്നതിന് സംശയമില്ല എന്ന് പറയുകയാണിവിടെ. അതെന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ ഈ അമൃതരസം നിറച്ച ഭക്ഷോജങ്ങൾ പാനം ചെയ്ത ശ്രീ സുബ്രഹ്മണ്യനും ശ്രീ ഗണപതിയും ഇപ്പോഴും സ്ത്രീ സംഘരസത്തെ അറിയാതെ കുമാരന്മാരായി ഇരിക്കുന്നു. സ്തന്യം പാനം ചെയ്താൽ ഒരിക്കലും ഈ അവസ്ഥയിൽ തന്നെ തുടരാനാകില്ല എന്ന് വെച്ചാൽ, എപ്പോഴും ശൈശവം വിട്ടുമാറാത്തവരായി ഇരിക്കാൻ കഴിയില്ല. സ്കന്ദനും ഗണപതിയും എല്ലാ കാലവും കുമാരന്മാരായി ഇരിക്കുന്നത് അമ്മ നൽകിയ അമ്മയുടെ വക്ഷോജങ്ങളിലെ അമൃതം പാനം ചെയ്തിട്ടാണ് എന്ന് പറയുന്നു. നിന്തിരുവടിയുടെ സ്തന്യം അമൃതവും സ്തനങ്ങൾ അമൃതം നിറച്ച രത്നകുംഭങ്ങളുമാണെന്നതിന് സംശയമില്ല. ഇത് അമൃതം തന്നെയാണ് എന്നുറപ്പിച്ച് പറയുകയാണിവിടെ. അമൂർത്തേ വക്ഷോജൗ അമൃതരസമാണിക്യകുതുപൗ ന സന്ദേഹസ്പന്ദോ നഗപതിപതാകേ മനസിനഃ പിബന്തൗ തൗ യസ്മാദ് അവിദിതവധൂസംകരസികൗ കുമാരവദ്യാപി ദ്വിരദവദനക്രൗഞ്ചദലനൗ. ശ്ലോകം 74. വഹത്യംബസ്തംഭേരമദനുജകുംഭപ്രകൃതിഭിഃ സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം കുചാഭോഗോ ബിംബാധരരുചിഭിരന്തശബളിതാം പ്രതാപവ്യാമിശ്രാം പുരതമയി ദുഃഖീർത്തിമിവ തേ. അമ്മയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ കുജമധ്യപ്രദേശം ധരിച്ചിരിക്കുന്ന നിർമ്മലഹാരത്തിൻ്റെ ഭംഗിയും പ്രതാപവും വിശദമാക്കുകയാണ്. കുംഭീന്ദ്രരൂപനായ ഗജാസുരനെ പരമേശ്വരൻ നിഗ്രഹിച്ചപ്പോൾ മസ്തകത്തിൽ നിന്നെടുത്ത മുത്തുമണികൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ഹാരം അമ്മയുടെ അധരകാന്തിയുടെ നിറം പ്രതിഫലിച്ചിട്ട് ചിത്രവർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ ഹാരം പരമശിവന്റെ പ്രതാപത്തെ കീർത്തിക്കുവാൻ തക്കതാണെന്ന് പറയുകയാണ്. നിന്തിരുവടി തൻ്റെ പതിയായ മഹാദേവന്റെ പ്രതാപം പ്രകടിപ്പിക്കുവാൻ, കീർത്തിക്കുവാനാണ് ഈ ഹാരം അണിഞ്ഞിരിക്കുന്നത് എന്ന് സാരം. നിന്തിരുവടി അണിഞ്ഞ മുത്തുമാലയുടെ ശുഭ്രവർണ്ണം പതിയുടെ കീർത്തിക്കായും നിന്തിരുവടിയുടെ അധരകാന്തിയാലുണ്ടായ രക്തവർണ്ണം പതിയായ മഹാദേവന്റെ പ്രതാപം ഉദ്ഘോഷിക്കുന്നതിനായും വിളങ്ങുന്നു. ഇങ്ങനെ രക്തവർണ്ണവും ശുഭ്രവർണ്ണവും ചേർന്ന് ചിത്രവർണ്ണമായി മാറിയ നിന്തിരുവടി അണിഞ്ഞ മുത്തുമാല മഹാദേവന്റെ പ്രതാപം കലർന്ന കീർത്തിയായി നിന്തിരുവടിയുടെ കുജമധ്യപ്രദേശത്ത് പരിലസിക്കുന്നു. വഹത്യംബസ്തംഭേരമദനുജകുംഭപ്രകൃതിഭിഃ സമാരബ്ധാം മുക്താമണിഭിരമലാം ഹാരലതികാം
കുചാഭോഗോ ബിംബാധരരുചിഭിരന്തശബളിതാം പ്രതാപവ്യാമിശ്രാം പുരതമയി ദുഃഖീർത്തിമിവ തേ. ശ്ലോകം 75. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനികമനീയഃ കവയിതാ. ഈ ശ്ലോകത്തിൽ പറയുന്ന ദ്രവിഡ ശിശു ദ്രാവിഡ കുലത്തിൽ ജനിച്ച ശങ്കരപാദരാകുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു ഗുഹയിൽ ഉപേക്ഷിക്കപ്പെട്ടുവെന്നും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശ്രീ പാർവതീദേവി അവിടെ ചെന്ന് ആ കുഞ്ഞിന് പാലു കൊടുത്തു എന്നും പറയുന്നു. അങ്ങനെ ജഗന്മാതാവായ ശ്രീദേവിയുടെ സ്തന്യം പാനം ചെയ്തതിനാൽ ഈ കുട്ടി ബാല്യകാലത്തിൽ തന്നെ ഒരു മഹാകവിയായി തീർന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുകയാണ്, അല്ലയോ പാർവതി, നിന്തിരുവടിയുടെ സ്തനക്ഷീരം ഹൃദയത്തിൽ നിന്നുണ്ടായ അമൃതപ്രവാഹമായി സരസ്വതി വാക് സ്വരൂപമാണോ എന്ന് തോന്നും വണ്ണം പെരുകി ഒഴുകുന്നു എന്നു ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്രവിഡ ശിശു കരുണാദ്രയായ നിന്തിരുവടിയുടെ സ്തനക്ഷീരം പാനം ചെയ്തതിനാൽ പ്രൗഢന്മാരായ കവികളുടെ മധ്യത്തിൽ മനോഹരനായ കവിയായി ഭവിച്ചിരിക്കുന്നു. നിന്തിരുവടിയുടെ സ്തന്യത്തെ മാധുര്യത്താൽ അമൃതരൂപേണയും ശുഭ്രവർണ്ണമായും പ്രൗഢമായ വാഗ്ധോരണിയുടെ ഉറവിടമായും സാരസ്വതമായും വർണ്ണിക്കുന്നു. തവ സ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയതഃ പയഃ പാരാവാരഃ പരിവഹതി സാരസ്വതമിവ ദയാവത്യാ ദത്തം ദ്രവിഡശിശുരാസ്വാദ്യ തവ യത് കവീനാം പ്രൗഢാനാം അജനികമനീയഃ കവയിതാ. ശ്രീ മഹാദേവായ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ.